ഫ്ലൈ ഓവറും മെട്രോ ഒക്കെ വന്നാലും ബ്ലോക്കിന് കുറവൊന്നുമില്ല. നമ്മുടെ നഗരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. മെട്രോ വന്നു, പാലങ്ങൾ വന്നു, റോഡിലൂടെ പാഞ്ഞു വരികയാണ് വികസനം എന്നാണ് പറയാറുള്ളത്. പക്ഷെ നമ്മുടെ റോഡിൽ ഇറങ്ങുന്ന ഓട്ടോക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു മറുപടി ഉള്ളൂ: ബ്ലോക്ക്. സ്മാർട്ട് സിറ്റി ഉണ്ട്, ഇൻഫോ പാർക്ക് ഉണ്ട്, അങ്ങനെ ഒത്തിരി വ്യവസായ സംരംഭങ്ങൾ വരുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള റോഡിനുള്ള വികസനം നമ്മുടെ പ്രദേശത്തില്ല. ഫ്ലൈ ഓവർ ഒക്കെ വന്നെങ്കിൽ ഇവിടെ ട്രാഫിക് അതിന് കുറവില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇവിടുത്തെ റോഡുകൾ ഇടുങ്ങിയതാണ്. അതിൻ്റെ വർഷങ്ങൾക്ക് പഴക്കമുണ്ട്. അതിൻ്റെ റോഡുകളിലൂടെ വികസനമൊന്നും നടന്നിട്ടില്ല. ബ്ലോക്കിന് കുറവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലം പണിയുമ്പോൾ അതിൻ്റെ രീതിയിൽ പണിത് കഴിഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടാവില്ല. ഇത് തോന്നിയ മാതിരി പണിത് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടാവില്ലേ? ഇത് എല്ലാ ടെക്നോളജിയും വെച്ച് പണിയാൻ മറ്റുള്ള രാജ്യങ്ങൾ നമ്മൾ കാണാനല്ലേ. ഇപ്പോഴും സിഗ്നലുണ്ട്. പാലം പണിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഓട്ടത്തിൻ്റെ കാര്യം ഞങ്ങളിപ്പോൾ മാസങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബ്ലോക്ക് കണ്ട. ഈ ബ്ലോക്ക് ഇങ്ങനെ ഇപ്പം ഇന്ന് ശനിയാഴ്ചയായിട്ട് പോലും ഇത്രയും വണ്ടികളാണ്. ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ റോഡിന് വീതി കുറവാണ്. രാവിലെ 8 മണി തൊട്ട് ഒരു 11:30 വരെ ഈ പ്രദേശങ്ങളെല്ലാം റോഡ് ബ്ലോക്കാണ്. സ്വാഭാവികമായിട്ട് റോഡ് ബ്ലോക്കായിരിക്കും. ഈ ഇൻഫോ പാർക്ക് റോഡ് ഇപ്പം ഞാൻ തന്നെ ഇവിടെ വണ്ടി ഓടിക്കാൻ ഏതാണ്ട് ഒരു 10-20 വർഷമുണ്ട്. ആ റോഡിൽ ഇപ്പോൾ ആ ഇത് തന്നെയുള്ളത്. ഒരു വീതിയില്ല. ഇപ്പം അന്നുണ്ടായ അതേ വീതി മാത്രമേ ഇപ്പോൾ റോഡുകൾക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ഓട്ടം കിട്ടിയാൽ തന്നെ അവിടെ പോയി ഒരാളെ ഇറക്കി തിരിച്ചു വരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഓട്ടോറിക്ഷക്കാരെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് ബ്ലോക്കിൽ കിടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു 500-600 രൂപയ്ക്കുള്ളിൽ മേലെ ഓടാൻ സാധിക്കില്ല. അതൊന്ന് ഒറ്റക്കണ്ണിയൊക്കെ ഒടിയുന്ന പണി തന്നെയാണ്. കാരണം ബ്ലോക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ IMG ജംഗ്ഷൻ മുതൽ നല്ല ബ്ലോക്കായിരിക്കും. അതുപോലെ കാക്കാട് ജംഗ്ഷൻ നല്ല ബ്ലോക്കായിരിക്കും. ഇതൊക്കെ മാറണമെങ്കിൽ ഈ വികസനം വരുന്നതിനോടൊപ്പം തന്നെ റോഡിൻ്റെ വികസനമാണ് മുൻകൈയായിട്ട് ആദ്യമായി നടപ്പിലാക്കേണ്ടത്. കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഡീസൽ ചിലവാണ്, സമയനഷ്ടം. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ബാധിക്കുന്നത്. ബ്ലോക്ക് നിയന്ത്രിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നിയന്ത്രിക്കാനൊന്നുമില്ല. റോഡ് പണിയൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ശരിയാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പാലാട്ടത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ള സ്ഥിതി ഇപ്പം എല്ലാ അത് മെട്രോയുടെ വർക്ക് അടക്കമുണ്ട്. അതല്ലെങ്കിൽ അതിന് മുമ്പും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. വികസനമൊക്കെ ഉണ്ട്, പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ല എന്നുള്ളൂ. പൈസയൊക്കെ മുടക്കുന്നുണ്ട്, പക്ഷെ അതുകൊണ്ടൊരു ഗുണം നമുക്ക് കിട്ടണ്ടേ. എറണാകുളം പോയാൽ തന്നെ കടവന്തറ വഴി വരുമ്പോൾ ഇങ്ങോട്ട് വല്ലെങ്കിൽ ഒരുപാട് പണി. എല്ലാ റോഡും ബ്ലോക്കാവും. വൈകിട്ടില്ല മൊത്തത്തിൽ പ്രശ്നമാണ്. നമ്മൾക്ക് നമ്മുടെ സർവീസിനും ഒരു സ്പീഡായി കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മുടെ കുടുംബത്തിൽ വരുമാനം വരും. ആ വരുമാനത്തിൽ നമുക്കൊരു ഉയർച്ച നമ്മുടെ കുടുംബത്തിനുണ്ടാവും. അതങ്ങനെ ഓരോ മേഖലയിൽ കണ്ണിയായിട്ട് അങ്ങനെ പോകും.